ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ കൺട്രിയുടെ പ്രൊസീജിയറിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. 3 എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അവിടുത്തെ ലൈസൻസ് കിട്ടുക. അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. ന്യൂസിലൻഡിന്റെ എക്സാമിനേഷൻ ഈസി ആയതുകൊണ്ടും ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ന്യൂസിലൻഡ് RN ഓൾറെഡി കംപ്ലീറ്റഡ് ആണെങ്കിൽ TTMR പാത്വേ വഴി ലൈസൻസ് ലഭിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലും RN ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടൽ പ്രോസസിംഗ് ടൈം 1 to 1.5 years ആണ് സമയം എടുക്കുന്നത്. അതിനുശേഷം ഓസ്ട്രേലിയ നോക്കുന്ന നഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ PR അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓസ്ട്രേലിയയുടെ ഇന്റർവ്യൂസിന് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കമ്പയർഡ് ടു ഓസ്ട്രേലിയ കുറച്ചുകൂടി പ്രോസസ് ഫ്രണ്ട്ലി ആൻഡ് കോസ്റ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ പല നഴ്സസും ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് പറയാറുണ്ട്. ഹായ് എവ്രിവൺ. ന്യൂസിലൻഡിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് പല നഴ്സസിൻ്റെയും ഡ്രീമാണ്. സോ ഡെസ്മ ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. പല നഴ്സസും ഓൾറെഡി അവെയർ ആയിരിക്കും, എന്നാലും ഇതുവരെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാത്ത എന്നാൽ പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ കൺട്രിയുടെ പ്രൊസീജിയറിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. 3 എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അവിടുത്തെ ലൈസൻസ് കിട്ടുക. അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. തിയറി എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നും അതുപോലെ വേറെ പല കൺട്രിയിൽ നിന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഓൺലൈൻ ടെസ്റ്റ് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കോച്ചിങ്ങും അവൈലബിൾ ആയിരിക്കും. തിയറി എക്സാം കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സാമാണ് ഓസ്കി പ്രാക്ടിക്കൽ എക്സാം. ഓസ്കി എന്ന് പലരും ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ UK ഒക്കെ ഉള്ളൊരു എക്സാമാണ് ഓസ്കി, ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഈ ഒരു പാറ്റേൺ തന്നെയാണ് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലും ഫോളോ ചെയ്യുന്നത്. സോ ഓസ്കി എക്സാമിനേഷൻ ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ പോയിട്ടാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. വൺസ് തിയറി ആൻഡ് ഓസ്കി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നഴ്സിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ലാംഗ്വേജ് റിക്വയർമെൻറ്റും വരുന്നുണ്ട്. നമ്മൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 to 4 months ലാംഗ്വേജ് ടെസ്റ്റ് എടുത്ത് തന്നാലും മതിയാവും. അതിനുശേഷം നമ്മൾക്ക് തിയറി എക്സാമും എഴുതി ഓസ്കി എക്സാമും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുന്നതായിരിക്കും. ഈ ലൈസൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പല നഴ്സസും ഇന്നും ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനാണ്. ന്യൂസിലൻഡിൻ്റെ എക്സാമിനേഷൻ ഈസി ആയതുകൊണ്ടും ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ന്യൂസിലൻഡ് RN ഓൾറെഡി കംപ്ലീറ്റഡ് ആണെങ്കിൽ TTMR പാത്വേ വഴി ലൈസൻസ് ലഭിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലും RN ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു എൻറ്റയർ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഏകദേശം 1 വർഷം മുതൽ 1.5 വർഷം വരെയാണ് ടൈം എടുക്കുന്നത്. ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് തിയറി എക്സാമും പിന്നെ ഓസ്കിയുടെ എക്സാമിനേഷനും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്കി എക്സാമിനേഷൻ ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ചാണ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ക്രൈസ്റ്റ് ചർച്ചിൽ പോകുന്ന ടൈമിൽ നമുക്കൊരു വാലിഡ് വിസ വേണം. വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ടോട്ടൽ പ്രോസസിംഗ് ടൈം 1 to 1.5 years ആണ് സമയം എടുക്കുന്നത്. അതിനുശേഷം ഓസ്ട്രേലിയ നോക്കുന്ന നഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ PR അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓസ്ട്രേലിയയുടെ ഇന്റർവ്യൂസിന് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കമ്പയർഡ് ടു ഓസ്ട്രേലിയ കുറച്ചുകൂടി പ്രോസസ് ഫ്രണ്ട്ലി ആൻഡ് കോസ്റ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ പല നഴ്സസും ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് പറയാറുണ്ട്. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡിലൊക്കെ വർക്ക് ചെയ്യാന്നുള്ളത്. സോ ആ ഒരു ഡ്രീം നമ്മൾക്ക് ഫുൾ അസിസ്റ്റൻസോട് കൂടി ഫുൾഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ പ്രോസസ്സ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയോ അതല്ലാതെ ഡയറക്റ്റായി കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.